സിനിമ റിലീസായതിനു ശേഷം എല്ലാ സിനിമകളും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഒരുപാട് ഇതിൽ റിവ്യൂ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ പെട്ടെന്ന് പ്രചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ റിവ്യൂ കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമയെ വിലയിരുത്തുന്നവരല്ലേ അത് കാണാൻ വേണ്ടി വരുന്നവരും കാണാതിരിക്കാൻ പോകുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഘടകം ഈ റിലീസ് സമയത്തോ അത് കഴിഞ്ഞോ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു കുറവ് വന്നിട്ടുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നത് അത് എൻ്റെ ഈ ഒരു സിനിമ എന്നല്ല, എല്ലാ സിനിമകളിലും ഫേസ് ചെയ്യുന്ന ഒരു ഇതാണ്. ചിലർക്ക് റിവ്യൂസിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഞാൻ റിവ്യൂസിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. റിവ്യൂസ് പറയുന്നവർ അവരുടെ കാഴ്ചപ്പാട് പറയുന്നു, അത് ജെനുവിനായിട്ട് അവർ പറയുമ്പോൾ അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ അതിനകത്തൊരു എന്താ പറയുക, ചില താല്പര്യങ്ങൾ വെച്ചിട്ട് പറയുന്നവർ അവിടെയാണ് അതിൻ്റെ പ്രോബ്ലം. പക്ഷേ അങ്ങനെയുള്ളവരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് സിനിമകളിൽ ഇതിനു മുമ്പ് ഇത് ചർച്ച വന്നിട്ടുള്ളൊരു ഇതാണ്. അപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, റിവ്യൂകളിൽ ഇങ്ങനെ നെഗറ്റീവ് വരുന്നു. പക്ഷേ എന്നിട്ടും ഇവിടെ സിനിമകൾ ഓടിയിട്ടുണ്ട്. കാരണം എൻഡ് ഓഫ് ദ ഡേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒത്തിരി ആൾക്കാർ, ഇപ്പം ഞാനടക്കം, നമ്മൾ റിവ്യൂവിനേക്കാളും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സ് അവർ പറയുന്ന. കാരണം ചിലപ്പോൾ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് എത്രത്തോളം ശരിയാണെന്ന്. ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിലുള്ള അയാൾ ടേസ്റ്റിലുള്ള ഒരാളല്ല റിവ്യൂ പറയുന്നെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ആ സിനിമ ഇഷ്ടപ്പെടത്തില്ല, എനിക്കതിപ്പോൾ ഇഷ്ടപ്പെടും. അപ്പം കൂടുതലും ഫ്രണ്ട്സും ഇവരും സജസ്റ്റ് ചെയ്യുമ്പോഴേ ഞാൻ സിനിമ കാണും. ഇപ്പം അങ്ങനെ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം തന്നെ ഈ ഞാനിങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി പേഴ്സണൽ മെസ്സേജസ് വരുന്നുണ്ട്. എനിക്ക് അറിയാൻ മേലാത്തവരും 4-5 വർഷം കൂടി ഞാൻ ഇപ്പോൾ ഇവരെ കാണിച്ചുള്ളൂ. മെസ്സേജ് ഇട്ട്, ഒരു ഓഡിയോ മെസ്സേജ് ഒരു ലേഡി ഇട്ടിട്ട് പറഞ്ഞു, എന്നെ 5 വർഷം കൂടി സാറേ പടത്തെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞു, ഞങ്ങൾക്ക് കാണാൻ പോയിട്ടില്ല, ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കണ്ടു, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ വൈകുന്നേരം കണ്ടിട്ട് ഞാൻ വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സർപ്രൈസ് ആയി. പുള്ളിക്കാരത്തി 5 വർഷത്തിന് ശേഷം പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ ഇട്ടു. അപ്പം അങ്ങനെയും ഉണ്ട്. അപ്പോൾ ഇത് എല്ലാ സിനിമയും ഫേസ് ചെയ്യുന്നതാണ്. അതിങ്ങനെ ഒരു സൈഡിൽ കൂടെ അതിങ്ങനെ നടക്കും.